ഞാൻ സമീപ ദിവസം വാർത്തയായ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും ചോദിക്കാനുള്ളത് നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആ കല്യാണത്തിൻ്റെ ദിവസം ആ വ്യത്യാസമുണ്ട്. അതായത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് കല്യാണം, അതിൻ്റെ ഗേറ്റിന് പുറത്താണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെല്ലാം ക്യാമറകൾ. അത് വാർത്തയായ കല്യാണമാണ്, വാർത്തയാകുന്ന കല്യാണമാണ്, വിഷ്വൽസ് എടുക്കണം. നമ്മൾ ആ ഗേറ്റിന് പുറത്ത് ഈ കല്യാണത്തിന് വേണ്ടി കാത്തു നിൽക്കണം. അവരാളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നേതാക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ മാന്യമായിട്ട് നമ്മുടെ ആളുകൾ എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് തൊട്ട്, ഏഷ്യാനെറ്റാണല്ലോ നമ്മുടെ തുടക്കത്തിൽ ആദ്യത്തെ ന്യൂസ് ചാനൽ, അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും എല്ലാ ചാനലുകളുടെയും ക്യാമറയും റിപ്പോർട്ടർമാരും അവിടെയുണ്ട്. പക്ഷേ പിറ്റേന്ന് വന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്താ കാണുന്നതെന്നറിയോ? സബ് രജിസ്ട്രാർ ഓഫീസിനകത്ത് ഈ വധുവും വരനും അങ്ങോട്ട് വരുമ്പോൾ അവരവിടെ ക്യാമറ മൈക്കും കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ വിഷ്വൽസ് നോക്കോ, ആ വിഷ്വൽസ് മുഴുവൻ അകത്ത് നിന്ന്, അതായത് അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് തിക്കിത്തിറക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരു സർക്കാർ ഓഫീസിനകത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിനകത്ത് അത് തടയാനോ നിങ്ങളിവിടെ നിൽക്കരുതെന്ന് പറയാനോ ആ സർക്കാർ സംവിധാനവും തയ്യാറാവുന്നില്ല. അവർക്കതിനുള്ള സാമാന്യ മര്യാദയില്ല. എന്നാൽ നമ്മളടക്കമുള്ള ചാനലുകൾക്ക് ആ സാമാന്യ മര്യാദയുണ്ട്. അവർ വാർത്ത കൊടുക്കുന്നുണ്ട്, ആ വാർത്ത മതിയായ പ്രാധാന്യത്തോടെ നമ്മുടെ ചാനലെല്ലാം വരുന്നുണ്ട്. പക്ഷേ ആ സാമാന്യ മര്യാദയോടെ അവർ പുറത്ത് നിൽക്കുകയാണ്. ഈ സാമാന്യ മര്യാദയുടെ അഭാവമാണ് ഇവരെ നമ്മളിന്ന് വ്യത്യസ്തരാക്കുന്നത്. അവർക്ക് സാമാന്യ മര്യാദയേ ഇല്ല. അത് സാമാന്യ മര്യാദ ഇല്ലാത്ത കൂട്ടർക്ക് എല്ലാ കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അത് ഉരുത്തിരിഞ്ഞ് വരും. അതൊരു ഇൻഡസ്ട്രി, ഒരു പുതിയ ഒരു ഏരിയ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അത് ഉരുത്തിരിഞ്ഞ് വരും. എന്നിട്ട് അവർക്ക് ഇപ്പം എന്താ സംഭവിക്കുന്നത്? സാമാന്യ മര്യാദയില്ലാതെ നേരത്തെ അവർ ചെയ്തുകൊണ്ടിരുന്ന സിനിമാക്കാർക്കിടയിൽ മാത്രമായിരുന്നു. പക്ഷേ നമ്മൾ നോക്കൂ, അവരുടെ ഇരകളാകുന്ന ഒരൊറ്റ ചലച്ചിത്ര താരങ്ങളും, ആണായാലും പെണ്ണായാലും പുരുഷനായാലും സ്ത്രീയായാലും വല്ലാത്ത തോതിൽ, എൻ്റെ സാബുമോൻ, തരികിട സാബു എന്ന് പറയുന്ന നമ്മുടെ സാബുമോൻ മാത്രമാണ് ഇതിനെതിരെ ഒരു വർത്തമാനം പറഞ്ഞായിട്ട് കണ്ടത്. കാരണം നടിമാരടക്കം ഇത് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന് അവരുടെ ഇൻഡസ്ട്രിയുടെ ഒരു നോമായിട്ട് ഇതങ്ങ് മാറിയെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ജിമ്മിലും എയർപോർട്ടിലൊക്കെ ഈ നടിമാരെ എടുക്കുകയും നടന്മാരെ എടുക്കുകയും ചെയ്തത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പരിധിയോളം ഇവർ അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതെന്നാണ്. അത് നമ്മൾ കരുതുന്നത് ജിമ്മിൽ പോയിട്ട് വിഷ്വൽ എടുക്കുന്നത് പിന്നെ പാപ്പരാസികൾ ചെയ്യുന്നതെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ലാതെ സംഭവിക്കേണ്ടത്രേ. അതായത് പലരും പറയുന്ന പല റിപ്പോർട്ടുകളുള്ളത് അവർ പാപ്പരാസികളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പേ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടെന്താണ്, ഈ ഇലക്ഷനിൽ BJPയും കോൺഗ്രസും ഈ തരം ഓൺലൈൻ ചാനലുകളെ അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കൊണ്ട് ഉപയോഗിച്ചു. പണം പേ ചെയ്തിട്ടാണെന്നൊക്കെ ആളുകൾ പറയുന്നു. ഇങ്ങനെ ഉപയോഗിച്ചു. ഇപ്പോൾ BJPയുടെ പ്രത്യേകിച്ചും ഈ 2020 ഒക്കെ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ കൂടി ആയതുകൊണ്ട് അവർക്കൊപ്പം എപ്പോഴും ഈ ക്യാമറ ഉണ്ടായിരുന്നു. അതെന്തെങ്കിലും തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിഷ്വൽസ് എടുത്തിട്ട് ഈ ഇലക്ഷൻ പ്രചാരണ പരിപാടിയുടെ പുതിയ കാലത്ത് ഫോണിലാണെല്ലാം ഉള്ളതുകൊണ്ട് അവരത് ഉപയോഗിച്ചു എന്ന് കണക്കാക്കുക. പക്ഷേ അതോടുകൂടി ഇവർക്കൊരു ലെജിറ്റിമൈസ് ചെയ്യപ്പെടുകയാണ്, ഇവർക്കൊരു കൂടുതൽ കരുത്ത് കിട്ടുകയാണ്. രാഷ്ട്രീയം എന്ന സംഗതിയിലേക്ക് കൂടെ തങ്ങൾക്ക് പ്രവേശിക്കാമെന്ന്. മറ്റൊരു അത്ഭുതകരമായ കാര്യം ഹർഷ ഞാൻ കണ്ടത്, ഞാൻ ഞെട്ടിയത്, VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ ചാനലുകളിലൊക്കെ വളരെ വിപുലമായിട്ട് അതിൽ ഏറ്റവും അടുത്തുള്ള ക്ലോസ് വിഷ്വലുകളായിട്ട് വന്നു. പലയിടത്തും ശ്രദ്ധിച്ചു നോക്കൂ, പലയിടത്തും വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതൊരു ഓപ്പൺ ടു ഓൾ ആയിരുന്നുവെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല, ഇത് പാസ് കൊടുത്തിട്ടാണ് അവിടെ ആളുകൾ, അല്ലേ? പാസ് കൊടുത്തിട്ടാണ് അവിടെ. കേരളത്തിലെ ഈ പാപ്പരാസി പരിപാടികളുടെ തലതൊട്ടപ്പനെന്ന് പറയുന്ന ആള് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി, അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ല പാസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതായത് അയാൾക്ക് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ചില ആളുകൾ, പാപ്പരാസികളുടെ കൂട്ടത്തിൽ ഗണ്യമായിട്ട് എണ്ണപ്പെടുന്ന ചില ആളുകളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കം വളരെ ക്ലോസിൽ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ അവരെ ആരോ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പണം പേ ചെയ്തിട്ടോ അല്ലാതെയോ അവർക്ക് അതിൻ്റെ അവസരം ഉണ്ടായി കൊടുത്തു. നമ്മൾ ഈ PRDയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇതിന് അവസരം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇതിങ്ങനൊരു സംഭവമേ ഇല്ലാത്ത ഈ ഓൺലൈനുകാർക്ക്. അപ്പോൾ ഈ ലെജിറ്റിമൈസ് ചെയ്യുന്നത് ആരാണ്? ഈ രാഷ്ട്രീയക്കാരാണ് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് അതിൻ്റെ അപകടകരമായ അടുത്ത വശം എന്താണെന്ന് അറിയാം ഹർഷ? അതുകൂടെ ഞാൻ പറയാം. അതായത് അത് ഇവർ സാമാന്യ മര്യാദ ഇവർ കൊണ്ടുവരണമെന്ന് പറയാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് ഇവരാരും പറയുന്നില്ല, അന്തപ്പെട്ട CPMകാരും പറയുന്നില്ല, പിന്നെ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJPക്കാരും പറയുന്നില്ല, കേരളം ഭരിക്കുന്ന കോൺഗ്രസ്സുകാരും പറയുന്നില്ല. രാഷ്ട്രീയക്കാരാണ് ഇത് പറയേണ്ടത്. നിങ്ങൾ ഈ പണി ചെയ്യേണ്ടതെന്നൊന്നും അവരോട് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ സാമാന്യ മര്യാദ കാണിക്കണം. അതിൻ്റെ അപകടകരമായൊരു അടുത്ത തലം, കേരളത്തിൽ ഇപ്പോൾ സമരങ്ങൾ കുറേ നടക്കുകയാണ്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും മറ്റും സമരം നടക്കുകയാണ്. ജലപീരങ്കി പ്രയോഗമുണ്ട്. ഇവരുടെ ഈ സിനിമാ പരിപാടികളിലൊക്കെ പോയ അതേ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അത് ഏത് നിലക്കുള്ള, ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ്, മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ തന്നെയാണ് ഈ നാട്ടിൽ സമരങ്ങളും മനുഷ്യരുടെ കൂട്ടായിട്ടുള്ള ആണും പെണ്ണും കുട്ടികളുമൊക്കെ ചേർന്നിരിക്കുന്ന പല ബഹുജന കൂട്ടായ്മകളും നടക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള അന്തസ്സിൽ ചിത്രീകരിച്ച് പുറത്തേക്ക് വെച്ചില്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തിന് ദോഷം വരും എന്ന കാര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കണക്കാക്കണം, മനസ്സിലാക്കണം. പോലീസ് സീരിയസ് ആയിട്ടാണെങ്കിൽ ഈ കാര്യത്തിൽ വർത്തമാനം പറയണം. സിനിമാക്കാർക്ക് ഇവരെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അവർക്കിത് പറയാൻ പറ്റിയില്ല എന്നല്ല, പക്ഷേ രാഷ്ട്രീയക്കാർ
രാഷ്ട്രീയക്കാരിത് പറയണം, രാഷ്ട്രീയക്കാരിത് പറയണം. ഒപ്പം ഒറ്റ ഞാൻ പറഞ്ഞു തരുന്നത്, അതായത് രാഷ്ട്രീയക്കാരിത് പറയണം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്കിടയിൽ ഒരു സാമാന്യ അന്തസ്സ് വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒരു നിബന്ധന ഉണ്ടാക്കിയിട്ട് അതിന് നിങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് അവരോടും കൂടെ അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാനും കൂടെ. ഈ രാഷ്ട്രീയ വേദികളിൽ നിന്ന് ഇമാതിരി നീലക്കുയിൽ ഷോട്ടുകൾ വന്നു തുടങ്ങി. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയണം രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ളതാണ് അതിനകത്ത്. അത് എല്ലാ പാർട്ടിക്കകത്തും സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള നേതാക്കളുണ്ട്. അവിടങ്ങളിലേക്ക് നിങ്ങൾ ക്യാമറയുമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ക്യാമറക്ക് സാമാന്യ മനുഷ്യത്വത്തിൻ്റെ അന്തസ്സുണ്ടാകണം എന്ന് അവരോട് കേരളം ആവശ്യപ്പെടണം. അതാണ് അതിൻ്റെ കാര്യം.